ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ ഡെക്സിനെ കുറിച്ചിട്ട്, അതായത് ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ഡെക്സുകൾ, അതായത് നമ്മുടെ എക്സ്ചേഞ്ചുകളിലോട്ടൊക്കെ വരുന്നതിന് മുന്നേ കോയിനുകൾ എവിടെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, ആ ഒരു പ്ലാറ്റ്ഫോമുകളിൽ നമ്മൾ ഡയറക്റ്റായിട്ട് കോയിൻ ക്രിയേറ്റ് ആവുന്ന ആ ഒരു സെക്കൻഡുകൾക്കകം തന്നെ കോയിനുകൾ മേടിക്കുന്ന ആ ഒരു മേഖലയിലോട്ട് നമ്മൾ കടക്കുന്ന ഡെക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാറ്റഗറിയിലോട്ട്. അപ്പോൾ നമ്മൾ കുറേ ഇതിനെ പറ്റിയിട്ടുള്ള വീഡിയോസ് പലതും നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ നമ്മളൊരു ഒരു സീരീസ് പോലെ കംപ്ലീറ്റ്ലി നമ്മുടെ ഡെക്സിനെ എനിക്കറിയാവുന്ന എൻ്റേതായിട്ടുള്ള അറിവിലുള്ള എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടിട്ടുള്ള ഒരു എപ്പിസോഡുകൾ ക്രിയേറ്റ് ചെയ്യാമെന്ന് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് എത്ര എപ്പിസോഡുകളിൽ അവസാനിക്കും എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഡെക്സിനെ കുറിച്ചിട്ടുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഓരോ എപ്പിസോഡായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇതിൽ ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളൊക്കെ പറയും, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല കാര്യങ്ങൾ പറയും. സാധാരണ ഒരു ക്രിപ്റ്റോ കറൻസിനെ കുറിച്ചിട്ട് കൂടുതലായിട്ടും നമ്മുടെ ഈ ഒരു മേഖലയോട്ട് വന്നിട്ടുള്ള പലരും ചിലപ്പോൾ എയർ ഡ്രോപ്പുകൾ, അതുപോലെ പല പല രീതിയിലുള്ള ബിറ്റ് കോയിനുകളെ കുറിച്ചുള്ള യൂട്യൂബ് വീഡിയോസുകളൊക്കെ കണ്ടിട്ടായിരിക്കും പലരും ക്രിപ്റ്റോയിലോട്ട് വന്നത്. അപ്പോൾ നിങ്ങൾ സാധാരണക്കാരെ പോലെ ഒരു ബൈനാൻസ് പോലത്തെ ഒരു എക്സ്ചേഞ്ചുകളിൽ രജിസ്റ്റർ ചെയ്ത് KYC കംപ്ലീറ്റ് ചെയ്ത് ജസ്റ്റ് ഒരു കോയിൻ മേടിക്കണു, സെല്ല് ചെയ്യണു, ആ ഒരു ലെവലല്ലാണ്ട് നല്ല രീതിയിൽ ഇവിടെ എന്താണ് സത്യത്തിൽ ഇതിൻ്റെയൊക്കെ ബാക്കിൽ ജസ്റ്റ് ഒരു ട്രേഡിങ്ങിൻ്റെ ഒരു രീതിയിൽ മാത്രമാണ് ഓരോ ക്രിപ്റ്റോ കറൻസികൾ വരുന്നത്, അതോ അതിനൊക്കെ പിന്നിൽ പല പല രീതിയിലുള്ള യൂസ് കേസുകൾ, യൂട്ടിലിറ്റികളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഡീപ്പായിട്ട് നല്ല രീതിയിൽ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ, ഇതിൻ്റെ ബാക്കിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചിട്ട് ഡീപ്പായിട്ട് അറിഞ്ഞിട്ട് ആ ഒരു മേഖലയിൽ നല്ല രീതിയിൽ പ്രൊഫഷണലായിട്ട് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാനും നല്ല രീതിയിൽ റിട്ടേൺ ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ക്രിപ്റ്റോ കറൻസിനെ ഡീപ്പായിട്ട് നിങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള ഒരു സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഈ ഒരു ഫസ്റ്റത്തെ എപ്പിസോഡിൽ എനിക്ക് പറയാനുള്ളത്, ആരും ഈ ഒരു എപ്പിസോഡ് കണ്ടതുകൊണ്ട് മാത്രം ഒരു ക്രിപ്റ്റോ കറൻസി പോയി മേടിക്കാനൊന്നും നിൽക്കരുത്. കാരണം നമ്മൾ പല രീതിയിലുള്ള റിസ്ക്കുകളും സ്കാമുകളെ പറ്റിയിട്ടുള്ള പല രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മളിതിൽ പറയുന്നുണ്ട്. അതായത് ചിലപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡുകളിലായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ആരും ഈ ഒരു എപ്പിസോഡ് മാത്രം കണ്ടുകൊണ്ട് ഈ ഒരു ക്രിപ്റ്റോ കറൻസി അല്ലെങ്കിൽ ഈ ഒരു ഡെക്സിലോട്ട് വന്നിട്ട് ടോക്കണുകൾ മേടിക്കാനോ സെല്ല് ചെയ്യാനൊന്നും നോക്കരുത്. കാരണം കുറേ അധികം റിസ്ക്കുകളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഫ്യൂച്ചർ ട്രേഡിനേക്കാളും അപകടം പിടിച്ച ഒരു മേഖലയാണ് നമ്മുടെ ഈ ഒരു ഡെക്സ് കാറ്റഗറിയിൽ. അത്രയധികം സ്കാമുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് വരുന്ന നല്ല കോയിനുകൾ എങ്ങനെ കണ്ടെത്താം, അതിൽ ഇൻ്റലിജൻ്റ് ആയിട്ട് നേരത്തെ ഇങ്ങനെ ബൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വലിയ റിട്ടേൺസ് എടുക്കാം. കൂടുതൽ ചാൻസുകൾ ഉള്ളത് ഈ ഒരു മേഖലയിൽ നിന്നുകൊണ്ട് മാത്രമേ നമുക്ക് ലൈഫ് ചേഞ്ചിങ്ങിലോട്ടുള്ള കാര്യങ്ങളിലോട്ടൊക്കെ നമുക്ക് കടക്കാൻ പറ്റുള്ളൂ. അതായത് നമ്മളൊരു ക്രിപ്റ്റോ കറൻസി നമ്മൾ വലിയ പ്ലാറ്റ്ഫോമുകളായിട്ടുള്ള ബൈനാൻസ്, Gate.io, KuCoin അങ്ങനത്തെ എക്സ്ചേഞ്ചുകളിൽ നമ്മൾ വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമുക്കൊരു 100% റിട്ടേൺ കിട്ടണമെങ്കിൽ പോലും അതിന് ഏകദേശം അതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് ഡബിൾ ആയാലാണ് അത്രയും വലിയ ഒരു റിട്ടേൺ നമുക്ക് എടുക്കാൻ വരെ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ക്രിപ്റ്റോ കറൻസിയിൽ നല്ല രീതിയിൽ ജീവിതത്തിൽ രക്ഷപ്പെട്ടിട്ടുള്ള പലരെ കുറിച്ച് നമ്മൾ കേട്ടിട്ടൊക്കെ ഉണ്ടാവും. ബിറ്റ് കോയിനുകളൊക്കെ പണ്ട് മുതൽ ബിറ്റ് കോയിനും പല പല ക്രിപ്റ്റോ കറൻസികളും നേരത്തെ മേടിച്ച് വെച്ചിട്ട് നല്ല രീതിയിൽ റിട്ടേൺ ഉണ്ടാക്കിയവരുടെ ചരിത്രമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോയിനുകൾ ക്രിയേറ്റ് ആകുമ്പോൾ തന്നെ അതിനെക്കുറിച്ച് അറിഞ്ഞിട്ട് അതിനെക്കുറിച്ചുള്ള പൊട്ടൻഷ്യൽ, ആ കമ്പനിയുടെ പൊട്ടൻഷ്യൽ, ബാക്ക് എൻഡിൽ നടക്കുന്ന പല രീതിയിലുള്ള കാര്യങ്ങളും യൂസ് കേസുകളും യൂട്ടിലിറ്റികളൊക്കെ പഠിച്ചതിന് ശേഷം അവർ മേടിച്ചത് കൊണ്ടാണ് അവർക്ക് അത്രയും വലിയ റിട്ടേൺ ഉണ്ടാക്കാൻ പറ്റില്ല. അതുകൊണ്ട് ജസ്റ്റ് ഒരു ക്രിപ്റ്റോ കറൻസി ബൈ ചെയ്ത് സെല്ല് ചെയ്യുക അങ്ങനെയല്ലാതെ നല്ല രീതിയിൽ ഇവിടെ എന്താണ് സത്യത്തിൽ ഈ ക്രിപ്റ്റോ കറൻസികൾ ഉണ്ടാക്കുന്നത്, എങ്ങനെയാണ് അതിൻ്റെ പിന്നിൽ എന്തൊക്കെയാണ് പ്രവർത്തനങ്ങൾ നടക്കുമ്പോഴാണ് ഈ ഒരു ക്രിപ്റ്റോ കറൻസി ടോപ്പ് ട്രെൻഡിങ്ങിലോട്ട് വരുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ കൂടുതലായിട്ട് അറിയണം ഡെക്സിനെ കുറിച്ചിട്ട്. കാരണം ഏതൊരു ക്രിപ്റ്റോ കറൻസികളായിക്കോട്ടെ ഫസ്റ്റ് നമ്മുടെ ലിസ്റ്റ് ആവുന്നത് അല്ലെങ്കിൽ ക്രിയേറ്റ് ആവുന്നത് നമ്മുടെ ഈ ഒരു ഡെക്സിൻ്റെ പ്ലാറ്റ്ഫോമുകളിലാണ്. പല കോയിനുകളും വരെ അല്ലാതും അല്ല. എന്നാൽ കുറേ ഫേമസ് ആയിട്ടുള്ള കുറേ വലിയ വലിയ കമ്മ്യൂണിറ്റികൾ, നമ്മുടെ ഹാംസ്റ്റർ, അതുപോലെ നമ്മുടെ ഡോഗ്സ്, അങ്ങനത്തെ വലിയ വലിയ പ്ലാറ്റ്ഫോമുകൾ, കമ്പനികൾ ക്രിപ്റ്റോ കറൻസി ഒരുമിച്ച് ഒരേ സമയം ഒരേ സെക്കൻഡിൽ എല്ലാ എക്സ്ചേഞ്ചുകളും ഒരുമിച്ച് ലിസ്റ്റിംഗ് ചെയ്യുന്നതും കേട്ടിട്ടുണ്ടാവും. അതിനൊക്കെ കാരണം വലിയ കമ്മ്യൂണിറ്റി ഉണ്ട്. നല്ല രീതിയിലുള്ള ഫണ്ട് ഇറക്കിയിട്ട്, നല്ല രീതിയിലുള്ള ഹ്യൂജ് ഫണ്ട് ഇറക്കിയിട്ട് ചെയ്യുന്ന പല കമ്പനികളുണ്ടാവും. പക്ഷേ നമ്മുടെ ക്രിപ്റ്റോ കറൻസി മേഖലയിൽ അങ്ങനെ വരുന്ന കോയിനുകൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടും വലിയ റിട്ടേൺസ് ഒന്നും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വലിയ റിട്ടേണുകളൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള ക്രിപ്റ്റോ കറൻസികൾ ഡെക്സിൽ ലിസ്റ്റ് ആകുമ്പോൾ തന്നെ അത് മേടിച്ച് കഴിഞ്ഞാൽ വെറും 1 മില്യൺ മാർക്കറ്റ് ക്യാപ്പോ അല്ലെങ്കിൽ ഒരു 10 മില്യൺ മാർക്കറ്റ് ക്യാപ്പൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു സമയത്ത് നമ്മൾ മേടിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു 100 മില്യണോ അല്ലെങ്കിൽ ഒരു 500 മില്യണോ അല്ലെങ്കിൽ ഒരു 1 ബില്യണോട്ടൊക്കെ വരുമ്പോഴാണ് നമുക്ക് 15,000, 20,000% ഓക്കെ അത്രയും വലിയ ശതമാനമൊക്കെ റിട്ടേൺസ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡെക്സിനെ കുറിച്ചിട്ട് അറിയണം. അപ്പോൾ ഡെക്സ് എന്താണെന്ന് വേണമെങ്കിൽ ഞാൻ ചെറിയ രീതിയിൽ ചുരുക്കി പറയാം. ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോമുകൾ ക്രിയേറ്റ് ചെയ്യുന്ന ടോക്കണുകൾ പൊതുവെ വിളിക്കുന്ന ഒരു കാറ്റഗറി ആയിട്ട് പറയുന്നതാണ് ഡെക്സ് പെയേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ കോയിൻ മാർക്കറ്റ് ക്യാപ്പിൽ കയറി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ടോപ്പായിട്ടുള്ള റാങ്കുകളിൽ കിടക്കുന്ന നമ്മുടെ പല ക്രിപ്റ്റോ കറൻസികളായിട്ടുള്ള ടോക്കണുകളും കോയിനുകളും കിടക്കുന്നുണ്ടാവും. അപ്പോൾ ടോക്കൺ അതുപോലെ കോയിൻ ഇങ്ങനെ 2 ടേമുകൾ നിങ്ങൾ ക്രിപ്റ്റോ കറൻസിയിൽ കേട്ടിട്ടുണ്ടാവും. അതെന്താണെന്ന് ഞാൻ ചെറിയ രീതിയിൽ ലളിതമായിട്ട് പറഞ്ഞുതരാം. അതായത് സ്വന്തമായൊരു മെയിൻ നെറ്റ് ഉള്ള ക്രിപ്റ്റോ കറൻസിനെ നമ്മൾ കോയിൻ എന്ന് വിളിക്കും. അതുപോലെ വേറൊരു മെയിൻ നെറ്റ്, അതായത് ഒരു ഇതീറിയം മെയിൻ നെറ്റ് ആയിക്കോട്ടെ, സൊളാനോ മെയിൻ നെറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആ ഒരു ക്രിപ്റ്റോ കറൻസിനെ അണ്ടറിൽ ആ ഒരു മെയിൻ നെറ്റ് യൂസ് ചെയ്തുകൊണ്ട്
വരുന്ന ക്രിപ്റ്റോ കറൻസികളെയാണ് നമ്മൾ ടോക്കൺ എന്ന് വിളിക്കുക. മനസ്സിലായില്ലേ? അതായത് ബിറ്റ് കോയിൻ സ്വന്തമായിട്ടുള്ള ഒരു ചെയിൻ ഉണ്ട് ഇല്ലേ, സ്വന്തമായിട്ടൊരു മെയിൻ നെറ്റ് ഉണ്ട്, ട്രാൻസാക്ഷൻ ചെയ്യാൻ പറ്റും. അതുപോലെ ഇതീറിയത്തിനും സ്വന്തമായൊരു എക്കോസിസ്റ്റം ഉണ്ട്. അവരുടെ മെയിൻ നെറ്റ് ഇതീറിയം മെയിൻ നെറ്റ് വഴിയാണ്, അവരുടെ ആ ഒരു ചെയിൻ വഴിയാണ് ഫുൾ ട്രാൻസാക്ഷൻസ് ഇതീറിയം നടക്കുന്നത്. അപ്പോൾ ഇതീറിയത്തിൻ്റെ അണ്ടറിൽ വരുന്ന പല ക്രിപ്റ്റോ കറൻസി ടോക്കണുകളും ആ ഒരു മെയിൻ നെറ്റ് യൂസ് ചെയ്യും. കാരണം ആ ഒരു എക്കോസിസ്റ്റത്തിൻ്റെ അണ്ടറിലാണ് ആ ഒരു ടോക്കൺ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ടോക്കണും കോയിനും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ സ്വന്തമായൊരു മെയിൻ നെറ്റ് ചെയിൻ ഉള്ള ക്രിപ്റ്റോ കറൻസിനെ നമ്മൾ കോയിൻ എന്ന് വിളിക്കും. അതുപോലെ സ്വന്തമായിട്ട് മെയിൻ നെറ്റ് ഇല്ലാതെ മറ്റൊരു ക്രിപ്റ്റോ കറൻസിയുടെ മെയിൻ നെറ്റ് യൂസ് ചെയ്തിട്ട് ആ ഒരു ചെയിനിലൂടെ ട്രാൻസാക്ഷൻ നടക്കുന്ന ക്രിപ്റ്റോ കറൻസിനെ നമ്മൾ ടോക്കൺ എന്ന് വിളിക്കും. അതുകൊണ്ട് നമുക്ക് സൊളാനോനെ, അതുപോലെ ഇതീറിയം, ബിറ്റ് കോയിൻ, BNB ഈ വക ക്രിപ്റ്റോ കറൻസികളൊക്കെ നമുക്ക് കോയിൻ എന്ന് വിളിക്കാം. പക്ഷെ നമ്മളെപ്പോഴും പറഞ്ഞ് ശീലിച്ചത് കോയിൻ എന്നാണ് നമ്മളെപ്പോഴും പറഞ്ഞ് ശീലിച്ചത്. അപ്പോൾ എൻ്റെ വരും വീഡിയോകളിലൊക്കെ ഞാൻ പല ക്രിപ്റ്റോ കറൻസി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ടോക്കണുകളാണ്, പക്ഷേ എൻ്റെ വായിൽ പറഞ്ഞു വരുമ്പോൾ അത് കോയിൻ വരും. അപ്പോൾ അതൊന്ന് ക്ഷമിക്കുക. അപ്പോൾ ഈ കോയിൻ എന്താണ്, ടോക്കൺ എന്താണെന്ന് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഒരു ഡെക്സ് കാറ്റഗറിയിൽ വരുന്ന ടോക്കൺ ആയിക്കോട്ടെ, കോയിനുകളായിക്കോട്ടെ, ഇതൊക്കെ നമുക്ക് എവിടെയാണ് ലിസ്റ്റ് ആവുന്നത്, അതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ്, ലിക്വിഡിറ്റി, അതുപോലെ അതിൻ്റെ വോളിയം, ഈ വക കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി നമ്മൾ സഹായിക്കുന്നതാണ് ഡെക്സ് കാറ്റഗറിയിലായിട്ടുള്ള പല പ്ലാറ്റ്ഫോമുകളും. ഡെക്സ് ടൂള്, ഡെക്സ് ചെക്ക്.io, അതുപോലെ ബേർഡ്.ഐ, അതുപോലെ ഡെക്സ് സ്ക്രീനർ, അങ്ങനെ കുറേ വെബ്സൈറ്റുകളുണ്ട്. നമുക്ക് ഇതൊന്നും എക്സ്ചേഞ്ചുകളല്ല, ഇതൊക്കെ ആക്ച്വലി ഡെക്സ് പേയേഴ്സിനെ വ്യൂ ചെയ്യുന്ന പല പ്ലാറ്റ്ഫോമുകൾ മാത്രമാണ്. ജസ്റ്റ് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വ്യൂവർ മാത്രമാണ്. ശരിക്കും പറഞ്ഞാൽ എക്സ്ചേഞ്ച് അല്ല, ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള എക്സ്ചേഞ്ചുകൾ എന്ന് വേണമെങ്കിൽ വിളിക്കാം. പക്ഷേ നമ്മളതിന് ലിക്വിഡിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന പല പ്രൊവൈഡേഴ്സും വെച്ചിട്ടായിരിക്കും നമ്മൾ ഇത്തരം ടോക്കണുകൾ നമ്മൾ ബൈ ചെയ്യുന്നതും സെല് ചെയ്യുന്നതും. അപ്പോൾ പറയുമ്പോൾ ആദ്യമായിട്ട് കേൾക്കുന്നവർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യും. കുഴപ്പമില്ല, നമ്മൾ ഈ ഒരു തിയറി കഴിഞ്ഞ് പ്രാക്ടിക്കലോട്ട് കിടക്കുമ്പോൾ നമുക്ക് ഒരുവിധ എല്ലാ കാര്യങ്ങളും മനസ്സിലാവും. അപ്പോൾ നമ്മൾ ഇവിടെ ഡെക്സ് സ്ക്രീനർ ഞാൻ എന്തുകൊണ്ട് ചൂസ് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഡെക്സുകളുടെ കാറ്റഗറി ആയിട്ട് വരുന്ന ഏതൊരു ടോക്കൺ നമുക്ക് ഫിൽട്ടർ ചെയ്യാനായിട്ട് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വെബ്സൈറ്റാണ് ഡെക്സ് സ്ക്രീനർ. ഇതിൻ്റെ ഫിൽട്രേഷൻ നമുക്ക് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പല ഫിൽറ്ററുകളും നമുക്ക് അപ്ലൈ ചെയ്തുകൊണ്ട് കോയിനുകളുടെ കണ്ടീഷൻസ് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ട് നല്ല രീതിയിലൊരു സോർട്ട് ഔട്ട് ചെയ്തിട്ട് ഒരു ലിസ്റ്റ് പ്രകാരം നമുക്ക് ടോക്കൺസുകളെ അതിൻ്റെ റാങ്ക് രീതിയിലോ അല്ലെങ്കിൽ അതിൻ്റെ ട്രെൻഡിങ്ങിൻ്റെ രീതിയിലോ അല്ലെങ്കിൽ അതിൻ്റെ മാർക്കറ്റ് ക്യാപ്പിൻ്റെ രീതിയിലോ അല്ലെങ്കിൽ അതിൻ്റെ വോളിയത്തിൻ്റെ രീതിയിലോ ലിക്വിഡിറ്റിയുടെ രീതിയിലോ അല്ലെങ്കിൽ അതിൻ്റെ പ്രൈസ് ചേഞ്ചസിൻ്റെ രീതിയിലോ അങ്ങനെ ഒരുപാട് രീതികൾ നമുക്ക് ഫിൽട്ടർ ചെയ്തിട്ട് അതിനെ നമുക്കൊരു റാങ്കിങ് സിസ്റ്റം പോലെ നമുക്ക് ഫിൽട്ടർ ചെയ്തിട്ട് ചുരുക്കിക്കൊണ്ട് ആ ഒരു ടോക്കണുകൾ നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും. അപ്പോൾ അതിന് ഏറ്റവും കൂടുതൽ ഫിൽറ്ററുകൾ അപ്ലൈ ചെയ്യാനും അതിനെ ഹെൽപ്പ് ചെയ്യാനും കുറേ ഫീച്ചേഴ്സ് കൂടുതലുള്ളത് നമ്മുടെ ഡെക്സ് സ്ക്രീനറാണ്. അല്ലാതെ വേറെ വ്യത്യാസമൊന്നുമില്ല. നമുക്കിവിടെ ഏതൊക്കെ എക്കോസിസ്റ്റത്തിലുള്ള ടോക്കണുകളാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നൊക്കെ നമുക്ക് നോക്കി നോക്കാം. എക്സ്ചേഞ്ചുകളിലോട്ടൊക്കെ വരുന്നതിന് മുന്നെയാണ് ഇവിടെ ക്രിയേറ്റിംഗ് നടക്കുന്നത്. അതുകൊണ്ട് നമുക്കിവിടെ നേരത്തെ മേടിക്കാൻ പറ്റും. അതാണ് ഈ ഡെക്സ് ഒരു കാറ്റഗറിയിൽ നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ ഒരു അഡ്വാൻറ്റേജ്. അപ്പോൾ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം സൊളാനോ എക്കോസിസ്റ്റം ഉണ്ട്, ഇതീറിയം എക്കോസിസ്റ്റം ഉണ്ട്, BSC, ബേസ്, ആർബിട്രം, അങ്ങനെ കുറേ പ്ലാറ്റ്ഫോമുകൾ അവരുടെ മെയിൻ നെറ്റ് എക്കോസിസ്റ്റം വഴിയുള്ള കോയിൻസുകൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ ഫുൾ കാറ്റഗറി ആയിട്ട് നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ നമ്മളിവിടെ ഡെക്സ് സ്ക്രീനർ ഹോം പേജിലോട്ടാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ ഒരു കാലയളവിൽ നമുക്കറിയാം ഏറ്റവും കൂടുതൽ ട്രെൻഡിങ്ങും ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് തരുന്നതും ഇപ്പോൾ പല രീതിയിൽ നമുക്ക് നോക്കുമ്പോൾ മീം കോയിനുകളാണ്. ഈ മീം കോയിനുകൾക്ക് യൂസ് കേസോ യൂട്ടിലിറ്റിയോ അങ്ങനെ വളരെ രീതിയിൽ പോപ്പുലർ അല്ല. എന്നാൽ നമുക്ക് ഈ ഒരു കോയിൻ മാർക്കറ്റ് ക്യാപ്പിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ടോപ്പായിട്ടുള്ള റാങ്കിങ് സിസ്റ്റം ഉള്ള പല ടോക്കണുകളും കോയിനുകളായിക്കോട്ടെ ഇതിനൊക്കെ പല രീതിയിലുള്ള യൂസ് കേസുകളുണ്ട്. നമുക്ക് BNB നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. BNB നമുക്ക് ബൈ ചെയ്ത് ഹോൾഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ BNB വെച്ചിട്ട് നമുക്ക് ഇപ്പോൾ ബൈനാൻസിൽ ട്രേഡ് ചെയ്യുന്നവർക്ക് BNB വഴി ഫീസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എത്രയാ 25%ഓ 50%ഓ അവരുടെ ഫീസിന് ഇളവുണ്ട്, അതായത് ഡിസ്കൗണ്ട്. അപ്പോൾ അതിനൊരു യൂസ് കേസ് ഉണ്ട്. അതാണ് ഞാൻ പറയുന്നത് യൂസ് കേസ്, യൂട്ടിലിറ്റി എന്നൊക്കെ പറയുന്ന പല ടേമുകളിൽ പറയുന്നത്. അപ്പോൾ ഒരുപാട് യൂസ് കേസുകളുണ്ട്. ഇതിൽ ഓരോ ടോക്കണുകൾ സൊളാനയ്ക്കൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സ്വന്തമായൊരു നെറ്റ്വർക്ക് ഉണ്ട്, മൊബൈൽ റിലീസ് ചെയ്യാൻ പോകുന്നു, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇവരുടെ എക്കോസിസ്റ്റത്തിൽ ഈ ഒരു ടോക്കണെ പറ്റി ഈ ഒരു കോയിനെ പറ്റിയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് അറിയണമെന്നുണ്ടെങ്കിൽ ഓരോ കോയിനുകൾ നിങ്ങൾക്ക് ചൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ സൊളാനോ ചൂസ് ചെയ്തു. അതിൻ്റെ ഈ ഒരു പ്രൊഫൈലിൽ പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് ക്യാപ്പ്, വോളിയം അതൊക്കെ കണ്ടു. അതിൻ്റെ തൊട്ട് താഴെ കുറച്ച് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ വെബ്സൈറ്റ് നമുക്ക് കാണാൻ പറ്റും. വെബ്സൈറ്റ് പോയി കഴിഞ്ഞാൽ ഒരു വെബ്സൈറ്റിലെ ഡീറ്റെയിൽസ് കാണാൻ പറ്റും. വൈറ്റ് പേപ്പർ നമുക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു കോയിൻ്റെ മുമ്പ് വരാൻ പോകുന്ന കാലങ്ങളിൽ വരുന്ന അപ്കമിങ് ആയിട്ടുള്ള എന്തൊക്കെ ഫീച്ചേഴ്സ് ഇവർ ഈ ഒരു കോയിനിൽ കൊണ്ടുവരുന്നുണ്ട് എന്നുള്ള ഡീറ്റെയിൽസും അവരെന്തൊക്കെ ടാർഗറ്റ് ചെയ്യുന്നുള്ള ആ ഒരു ഡീറ്റെയിൽസൊക്കെ നമുക്ക് വൈറ്റ് പേപ്പർ വായിച്ച് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. സോഷ്യൽ മീഡിയാസ് ഉണ്ട്, ട്വിറ്റർ, അതുപോലെ റെഡിറ്റ്, അങ്ങനെ ഡിസ്കോഡ്, അങ്ങനെ പല സോഷ്യൽ മീഡിയാസിലും ഇവർ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോളോ ചെയ്യാം. അപ്പോൾ അത്രേ ഉള്ളൂ, ഞാൻ കൂടുതലായിട്ട് അതിലോട്ട് കിടക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ മീം കോയിൻ ആണെന്ന് പറഞ്ഞു. പല രീതിയിലുള്ള മീം കോയിൻ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ബുക്ക് ഓഫ് മീമി, അതായത് ബോമി എന്ന് പറഞ്ഞിട്ടുള്ളത്, പിന്നെ പോങ്കി എന്ന് പറഞ്ഞിട്ടുള്ളത്, ഡോഗ് വിഫ് ഹാറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്, പിന്നെ ട്രംപിൻ്റെ പേരിൽ കുറേ മീം കോയിനുകൾ വരുന്നുണ്ട്. അതുപോലെ പെപ്പെ എന്ന് പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ടാവും, ഡോഗ്സ് എന്ന് പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ടാവും. ഇതൊക്കെ മീം കോയിനുകളാണ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ വോളിയം, ട്രെൻഡിങ്ങും മാർക്കറ്റ് ക്യാപ്പ് ഇൻക്രീസ് ചെയ്യുന്നതും പ്രൈസ് ചേഞ്ച് നല്ല രീതിയിൽ ഹയറിലോട്ട് വരുന്നതൊക്കെ ഇപ്പോൾ മീം കോയിനുകളാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ നമ്മുടെ ഈ ഒരു 2
ട്യൂട്ടോറിയൽ ഡെക്സിനെ പറ്റിയിട്ടുള്ള ഫുൾ കോഴ്സ് പോലത്തെ ഈ ഒരു വീഡിയോയിൽ എനിക്ക് കൂടുതൽ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഏറ്റവും കൂടുതൽ നിങ്ങളെ സഹായിക്കുന്നത് മീം കോയിനുകൾ തന്നെയായിരിക്കും. അപ്പോൾ മീം കോയിനുകൾ കൂടുതലും എല്ലാത്തിലും വരുന്നുണ്ട്, എല്ലാ എക്കോസിസ്റ്റത്തിൻ്റെ അണ്ടറിലും മീം കോയിനുകൾ ക്രിയേറ്റ് ആവുന്നുണ്ട്. നമ്മുടെ ഇതീറിയത്തിൻ്റെയിലും BNB-യിലും സൊളാനോൻ്റെ അണ്ടറിലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ വരുന്നത് സൊളാന എക്കോസിസ്റ്റത്തിൻ്റെ അണ്ടറിലാണ് മീം കോയിനുകൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വരുന്നത്. അതുകൊണ്ട് ഞാനിവിടെ സൊളാന സെലക്ട് ചെയ്യണം. ഓക്കെ, നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ സൊളാന കാണാം. സൊളാന ഞാൻ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഈ ഒരു സൊളാനോ അണ്ടറിൽ വരുന്ന ടോക്കണുകൾ അതിൻ്റെ റാങ്കിങ് സിസ്റ്റത്തിൽ മൊത്തം കിടക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഏറ്റവും കൂടുതൽ ടോപ്പ് റാങ്കിൽ നമ്പർ 1 നിൽക്കുന്നത് ഈ ഒരു ടോക്കണാണ്. സി ടോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചില്ലിങ് ടോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോക്കണാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഏജ് നമുക്കിവിടെ കാണാൻ പറ്റും. ഈ ഒരു ടോക്കൺ ക്രിയേറ്റ് ആയിട്ട് ആകെ ഒരു ദിവസമേ ആയിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ട്രാൻസാക്ഷൻസ്, വോളിയൂംസ്, പിന്നെ അതിൻ്റെ മേക്കേഴ്സ്, പിന്നെ അതിൻ്റെ പ്രൈസ് ചേഞ്ചസ്, പല ടൈം ഫ്രെയിമുകളിലുള്ളത്, അതിൻ്റെ ലിക്വിഡിറ്റി എത്രയുണ്ട്, മാർക്കറ്റ് ക്യാപ്പിന് എത്രയുണ്ട്, ഇത്തരം കാര്യങ്ങളൊക്കെ അവിടെ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ലിക്വിഡിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതാണ് റേഡിയം എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്ലാറ്റ്ഫോം. അത് നമുക്ക് ഇങ്ങനെ അറിയണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, ഇപ്പോൾ ഈ സൊളാനോ എക്കോസിസ്റ്റത്തിൻ്റെ അണ്ടറിൽ വരുന്ന കോയിനുകൾ ക്രിയേറ്റ് ആവുന്നതും കൂടുതലും റേഡിയം പ്ലാറ്റ്ഫോം യൂസ് ചെയ്തിട്ട്. കാരണം നമുക്ക് ഒരാൾക്കൊരു ടോക്കൺ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ കോഡിങ്ങും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ട്. പക്ഷേ ഇതൊന്നും അറിയാതെ തന്നെ നമുക്കിപ്പോൾ പല പ്ലാറ്റ്ഫോമുകൾ വഴിയും കാശ് കൊടുത്തുകൊണ്ട് ടോക്കൺസുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ റേഡിയത്തിലാണ് ഏറ്റവും കൂടുതൽ ലിക്വിഡിറ്റി പ്രൊവൈഡ് ചെയ്തിട്ട് കൂടുതൽ ടോക്കൺസ് ക്രിയേറ്റ് ആയി വരുന്നത്. ഇപ്പോൾ റേഡിയത്തിലൂടെയാണ് ഏറ്റവും കൂടുതൽ, അതുകൊണ്ട് ലിക്വിഡിറ്റി അവിടെ ഉണ്ട്. അതുകൊണ്ട് നമ്മളിവിടെ സൊളാന എക്കോസിസ്റ്റം ഫസ്റ്റ് ചൂസ് ചെയ്തു. കാരണം നമ്മൾ സൊളാനോൻ്റെ അണ്ടറിൽ വരുന്ന മീം കോയിനുകളാണ് ട്രേഡ് ചെയ്യുന്നത്. നമുക്ക് ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു ടോക്കണിന് നല്ല രീതിയിൽ ലിക്വിഡിറ്റി ഉണ്ടാവണം. എന്നാൽ മാത്രമാണ് നമുക്കതിൽ നല്ല രീതിയിൽ കോയിൻസ് മേടിക്കാനും വിൽക്കാനും കൈമാറ്റം ചെയ്യാനായിട്ടുള്ള നല്ല രീതിയിലുള്ള ലിക്വിഡിറ്റി ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് അവിടെ ബൈ ചെയ്യാൻ സെല് ചെയ്യാനായിട്ടൊക്കെ ഉള്ള ഒരു ലിമിറ്റേഷൻസ് കൂടുതലുള്ളത്. അപ്പോൾ ഞാനിവിടെ റേഡിയം സെലക്ട് ചെയ്തു. അതിനുശേഷം നമുക്ക് നല്ല രീതിയിലുള്ള ട്രെൻഡിങ്ങിലായിട്ടുള്ള പല കോയിൻസും കണ്ടു. ഇപ്പോൾ ഞാൻ പറഞ്ഞ ഈ സി ടോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ടോക്കൺ ഒരു ദിവസമായിട്ടുള്ളൂ എന്ന് പറഞ്ഞു. 472 കണ്ടില്ല, ഒരു ദിവസം കൊണ്ട് 472% കയറിയിട്ടുണ്ട്. അതുപോലെ XRP, അതായത് XRP എന്ന് പറഞ്ഞിട്ടുള്ള കോയിനുകൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു പേരിൽ തന്നെ ഒരു ടോക്കൺ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. XRP ഓൺ സൊളാനോ എക്കോസിസ്റ്റത്തിൻ്റെ അണ്ടറിൽ വരുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു പരസ്യം ചെയ്തിട്ട് ഒരു ടോക്കൺ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് 14 മണിക്കൂർ മാത്രം. അതിൻ്റെ ശതമാനം നമ്മൾ നോക്കുമ്പോൾ കോയിൻ ക്രിയേറ്റ് ആയിട്ട് ഏകദേശം 1497% അത് കയറി നിൽക്കുന്നുണ്ട്. അപ്പോൾ അതാണ് നമുക്കിവിടെ ഏറ്റവും കൂടുതൽ ബൈ ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ റിട്ടേൺ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ അപകടം പിടിച്ചതാണ് ഡെക്സിൽ നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ. ഏറ്റവും കൂടുതൽ നമ്മുടെ കയ്യിലത്തെ കാശ് പോകുന്ന ഒരു പ്ലാറ്റ്ഫോം കൂടിയാണ്. നല്ല രീതിയിൽ ഇൻ്റലിജൻ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും പഠിച്ചതിന് ശേഷം ഒരു കോയിൻ മാത്രം ഇവിടെ നിങ്ങൾ മേടിക്കുക. അല്ലാതെ നിങ്ങൾ ഇപ്പോൾ ഓടി വന്നിട്ട് ഇതിൻ്റെ ശതമാനം കണ്ടിട്ടും ഇതിൻ്റെ ട്രെൻഡിങ്ങിലെ ഈ ഒരു റാങ്കിങ് സിസ്റ്റം കണ്ടിട്ടൊന്നും ഒരു ടോക്കണും മേടിക്കരുത്. കാരണം നല്ല രീതിയിൽ സ്കാമിങ് നടത്തുന്നുണ്ട് ഈ ഒരു പ്ലാറ്റ്ഫോമുകൾ വഴി, അതായത് ഡെക്സുകൾ വഴി. സ്കാമിങ് എന്ന് പറഞ്ഞിട്ട് പേടിച്ച് മാറി നിൽക്കാനും പറ്റില്ല. കാരണം നമ്മുടെ വലിയ വലിയ എക്സ്ചേഞ്ചുകളായിട്ടുള്ള ബൈനാൻസിൽ പോലും എല്ലാ ക്രിപ്റ്റോ കറൻസികളും ഇതുവഴിയാണ് അവിടെ എത്തിയത്. മനസ്സിലായില്ല? അപ്പോൾ നമുക്ക് അതുപോലെ നല്ല രീതിയിൽ നേരത്തെ ഒരു ടോക്കണോ കോയിനോ കണ്ടുപിടിക്കാൻ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റിട്ടേൺ ഒരു $10 $5 കൊണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ $5 നമുക്ക് $1000 $2000 ആക്കി എടുക്കാൻ പറ്റും. പക്ഷേ അതുപോലെ തന്നെ 99.99% കാശ് പോകാനാണ് ചാൻസ്. അപ്പോൾ നമുക്ക് അത് മറികടന്ന് നല്ല രീതിയിൽ അല്ലാതും ഇതിൻ്റെ രീതിയിൽ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഒരു ടോക്കൺ ക്രിയേറ്റ് ആയി കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിലൂടെ കാര്യങ്ങൾ നടക്കുന്നത്, ഡെവലപ്പർ ഇത് ക്രിയേറ്റ് ചെയ്ത ഡെവലപ്പർ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ ഇവിടെ നമ്മളിൽ നിന്ന് മറച്ചു വെക്കുന്നുണ്ട്, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ അറിയണം. ഇതെല്ലാം ഡീപ്പായിട്ട് നമ്മൾ അറിഞ്ഞാൽ മാത്രമാണ് നമുക്കൊരു ടോക്കൺ ബൈ ചെയ്തുകൊണ്ട് നല്ല റിട്ടേൺസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ അതിലോട്ടൊക്കെ കടക്കും. അപ്പോൾ ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞെന്നുള്ളൂ. ഇതിനെക്കുറിച്ചിട്ടുള്ള കൂടുതൽ ബേസിക് ആയിട്ടുള്ളത് പല വീഡിയോസായിട്ട് നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ട്. കാണാത്തവർക്ക് വേണമെങ്കിൽ അതൊന്ന് പോയി ചെക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ വീണ്ടും അത് എടുത്ത് പറയുന്നില്ല, കാരണം ഓരോ ടേമുകളെ പറ്റിയിട്ട് ഞാൻ അവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് പല വീഡിയോസിൽ. അപ്പോൾ നമ്മുടെ ചാനലിൽ ഡെക്സിനെ പറ്റിയിട്ടുള്ള വീഡിയോസുകൾ നിങ്ങൾ കാണാം. ഈ ഒരു എപ്പിസോഡ് ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു എപ്പിസോഡ് പാർട്ട് 1 ആണ്. എന്നിരുന്നാൽ പോലും ഇതിൻ്റെ പല ബേസിക് ആയിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങൾ ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് ഒന്നുകൂടി അത് എടുത്ത് പറയുന്നില്ല. അപ്പോൾ അതൊക്കെ നിങ്ങൾ കാണാൻ. എന്തായാലും ഞാൻ ആ ഡെക്സിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള എല്ലാ വീഡിയോസും ഞാൻ ഒരു പ്ലേലിസ്റ്റായി ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മുടെ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും ഇട്ടേക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു വിധം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഇവിടുത്തെ നമ്മൾ പറഞ്ഞു തീർന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടവർക്ക് ഇപ്പോൾ ഈ ഒരു കാര്യങ്ങൾ കേട്ടപ്പോൾ ഓൾറെഡി കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടതും കേൾക്കാത്തതും ഇപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ ഒന്നുകൂടി എടുത്ത് പറയണം. അപ്പോൾ ആരും ഇത്രയും കാര്യങ്ങൾ കേട്ടുകൊണ്ട് ഓടിപ്പോയി ഒരു ഡെക്സിൽ ടോക്കൺ പോയി മേടിക്കരുത്. അപ്പോൾ നമ്മൾ ഫുള്ള് വീഡിയോ ഇതിൻ്റെ എപ്പിസോഡുകൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഞാൻ പറയാം. എൻ്റേതായിട്ടുള്ള എല്ലാ അറിവുകളും ഞാൻ ഓൾറെഡി ഷെയർ ചെയ്ത് കഴിഞ്ഞു. മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് അറിയില്ല, പക്ഷേ എനിക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഇനി ഇതിൽ എടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ അറിവിലുള്ള
എല്ലാ കാര്യങ്ങളും ഞാനിവിടെ പറഞ്ഞ് തീർത്തു എന്ന് പറയുമ്പോൾ മാത്രം നിങ്ങൾ പിന്നെ നിങ്ങളുടേതായ റിസ്കുകളിൽ അവിടെ നോക്കിയിട്ട് ട്രേഡ് ചെയ്യാം. ഇതൊരു ഫിനാൻഷ്യൽ അഡ്വൈസ് ആയിട്ട് കാണേണ്ട, ഒരു എഡ്യൂക്കേഷൻ പർപ്പസ് ആയിട്ട് മാത്രം കാണാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിലെ ഓരോ ടൈമുകൾ നമുക്കിനി കുറച്ചൊന്ന് നോക്കി നോക്കാം. നമുക്കിപ്പോൾ ഈ ഒരു സെക്ഷൻ കിടക്കുന്നത് ടോപ്പ് ട്രെൻഡിങ് 6 മണിക്കൂർ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഓർഡറിലാണ് ഇപ്പോൾ കിടക്കുന്നത്. നമുക്ക് 1 അവർ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഓർഡറിലോട്ട് മാറ്റുമ്പോൾ കണ്ടില്ലേ പല ടോക്കൺസ് നമുക്ക് ഇവിടെ നിന്ന് മാറുന്നതായിട്ട് കാണാം. ട്രെൻഡിങ് 5 മിനിറ്റ് ഞാനാണ്, അതായത് വെറും 5 മിനിറ്റിൽ മാത്രം ട്രെൻഡിങ് ആയിട്ടുള്ള ടോക്കൺസുകൾ മാത്രം നമുക്ക് ഫിൽട്ടർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഡിഫോൾട്ടായിട്ട് ഇപ്പോഴും കിടക്കുന്നത് ഈ ഒരു ട്രെൻഡിങ് 6 അവർ ആണ്. പക്ഷേ നമുക്ക് ഇതൊന്നും നല്ല നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വലിയ കാര്യങ്ങൾ വരുന്നത് നമ്മുടെ ഫിൽട്രേഷനിലാണ്. നമ്മൾ ഇതൊന്നും നോക്കേണ്ട കാര്യമില്ല. നമുക്ക് ഇവിടെ നോക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുള്ളത് പ്രൊഫൈൽ അപ്ഡേറ്റ് ആയിട്ടുണ്ടോന്ന്. എന്താണ് ഈ പ്രൊഫൈൽ അപ്ഡേറ്റഡ് എന്നുള്ളത് ഒരു ടൈമിനെ കുറിച്ച് പറയാൻ ഞാൻ. അപ്പോൾ നമുക്ക് ഒരു ടോക്കൺ ഞാൻ ജസ്റ്റ് ഇവിടെ ഒരു പുതിയ ടാബിൽ ഓപ്പൺ ചെയ്തു. ഇതിൻ്റെ വെബ്സൈറ്റ് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്, ട്വിറ്റർ പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്, ടെലിഗ്രാം അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഇവരുടെ സോഷ്യൽ മീഡിയാസുകളും ഇവരെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സോഴ്സുകളും ഇവിടെ എനേബിൾ ചെയ്യുന്നുണ്ട്. അതുപോലെ ഇവരുടെ ടോക്കണിൻ്റെ ആ ഒരു ഐക്കണെ കുറിച്ചിട്ട്, ആ ഒരു പ്രൊഫൈൽ ഐക്കണും അവരുടെ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ അവരിവിടെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഇതിനാണ് പ്രൊഫൈൽ അപ്ഡേറ്റിംഗ് ചെയ്തിട്ടുണ്ടോ എന്ന് ഉള്ള ഒരു കാര്യം നമ്മളിവിടെ ഫിൽട്ടർ ചെയ്തെടുക്കുന്നത്. അപ്പോൾ പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള ടോക്കൺസുകൾ മാത്രമേ നമ്മൾ ട്രേഡ് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ അത് ഞാൻ മുൻകൂട്ടി പറയണം. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ ഫിൽട്ടർ പ്രകാരം പ്രൊഫൈൽ അപ്ഡേറ്റഡ് ആയിട്ടുള്ളത് നമ്മൾ ഒന്ന് സെലക്ട് ചെയ്ത് ഇവിടെ ഒന്ന് ഓൺ ആക്കിയിട്ടു. കാരണം പ്രൊഫൈൽ അപ്ഡേറ്റഡ് ആയിട്ടുള്ളത് മാത്രമേ ഇനി വരുള്ളൂ. ഈ ഒരു പ്രൊഫൈൽ അപ്ഡേറ്റഡ് ആയിട്ടുണ്ട് എന്ന് കൊണ്ട് നമ്മളൊരു ടോക്കൺ നല്ലതാവണമെന്നില്ല. കാരണം ഒരുപാടുണ്ട്. ഈ ഒരു ഫിൽട്രേഷൻ നമ്മൾ ഫുൾ അപ്ഡേറ്റ് ചെയ്ത് അപ്ലൈ ചെയ്താലും നമുക്ക് വീണ്ടും ഓരോ ടോക്കണിൻ്റെ ഉള്ളിലോട്ട് ഇറങ്ങി ചെന്നിട്ട് പല കാര്യങ്ങളും സർജറി ചെയ്ത് നമുക്ക് നോക്കാണ്ട്, അതായത് പോസ്റ്റ്മോർട്ടം ചെയ്ത് വേണമെങ്കിൽ നോക്കാൻ പറ്റും. അങ്ങനെ ഫുള്ളായിട്ട് നമ്മളൊരു ടോക്കണെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ ഫുള്ള് മനസ്സിലാക്കിയതിന് ശേഷം ഇൻവെസ്റ്റ് ചെയ്യുക. എന്നിട്ടും ഇൻവെസ്റ്റ് ചെയ്തിട്ടും നമ്മുടെ കാശ് പോവാം. മനസ്സിലായില്ല? ഇത്രയും കാര്യങ്ങൾ നമ്മൾ അപ്ലൈ ചെയ്തിട്ട് പോലും നമ്മുടെ കാശ് പോകാം. പക്ഷെ നമുക്ക് അവിടെ കാശ് അങ്ങനെ പോകുമ്പോൾ പോലും നമ്മുടെ ഉള്ളിൽ നമുക്കൊരു സമാധാനമുണ്ട്. കാരണം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാക്സിമം നമ്മളവിടെ ചെയ്തിട്ടാണ് കാശ് പോയത്. അല്ലാതെ നമ്മൾ ചുമ്മാ സാധാരണക്കാരൻ്റെ പോലെ ഒരു ടോക്കണിൻ്റെ ഒരു പേര് കണ്ടിട്ടോ അല്ലെങ്കിൽ ഒരു ട്രെൻഡിങ് കണ്ടിട്ടോ ആളുകൾ പറയുന്നത് കേട്ടിട്ടോ പോയിട്ട് ബൈ ചെയ്തിട്ട് കാശ് പോയതല്ല. നമ്മൾ നമ്മുടേതായ രീതിയിൽ എല്ലാ കാര്യങ്ങളും ചകഞ്ഞ് നോക്കി അറിഞ്ഞിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് കാശ് പോകുമ്പോൾ നമുക്കറിയാം അതിൽ നമ്മളെ കൊണ്ട് ചെയ്യാവുന്നത് നമ്മൾ മാക്സിമം അവിടെ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ നമ്മുടെ റിസ്ക് കുറയ്ക്കാനായിട്ടുള്ള വേറെ കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കൊരു $100 അല്ലെങ്കിൽ ഒരു $200 ഉള്ളവരാണെന്നുണ്ടെങ്കിൽ മാക്സിമം നിങ്ങളൊരു $5 ഒരു കോയിൻ മേടിക്കാൻ പാടുള്ളൂ. കാരണം നമുക്ക് $5 കൊണ്ട് ഒരു കോയിൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടും നമുക്കൊരു $100 ഉണ്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ ഒരു $20 ഉണ്ടാക്കാൻ പറ്റും. മനസ്സിലായില്ല? അപ്പോൾ നമുക്ക് ഏറ്റവും റിസ്ക് കുറയ്ക്കാൻ നമ്മുടെ ക്യാപിറ്റലിൻ്റെ ഏറ്റവും ചെറിയൊരു പോർഷൻ മാത്രം ഇതിനു വേണ്ടി യൂസ് ചെയ്യുക. പിന്നെ വേറെ കാര്യം പറയാനായിട്ടുള്ളത്, നമ്മളിവിടെ ഒരു കോയിൻ ബൈ ചെയ്യാനും സെല് ചെയ്യാനും നല്ല ഫീസ് ഉണ്ട്. നമ്മുടെ എക്സ്ചേഞ്ച് പോലെയല്ല, നല്ല ഫീ വരും. അതായത് മിനിമം ആണ് ഒരു ടോക്കൺ മേടിക്കണമെന്നുണ്ടെങ്കിൽ $0.5 ബൈ ചെയ്യുമ്പോൾ തന്നെ ഫീ പോകുന്നുണ്ട്. അതായത് $5 കൊണ്ട് നിങ്ങൾ മേടിക്കുമ്പോൾ $5.5 നമ്മുടെ വാലറ്റിൽ നിന്ന് മൈനസ് ആയിട്ടുണ്ടാവും $5 കൊണ്ട് മേടിക്കാൻ വേണ്ടി. അതായത് 0.5 ബൈ ചെയ്യാൻ വരുന്നുണ്ട്. സെല് ചെയ്യാൻ ഇതുപോലെ ഏകദേശം $0.5 വരുന്നുണ്ട്. അതായത് നിങ്ങൾ ഏത് എമൗണ്ടിന് മേടിക്കുകയാണെങ്കിലും സെല് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് $1 ബൈ ചെയ്യാനും സെല് ചെയ്യാനും കൂടി വരും. ബൈ ചെയ്യാൻ വേണ്ടി മാത്രം 0.5, സെല് ചെയ്യാൻ 0.5, അങ്ങനെ നമുക്ക് $1 ഫീ വരുന്നുണ്ട്. അത് വലിയൊരു ഫീ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ എക്സ്ചേഞ്ചിലത്തെ പോലെയല്ല. അപ്പോൾ നമുക്ക് ഫീ വരുന്നുണ്ട്. പിന്നെ ഒരുപാട് റിസ്ക് ഉള്ള ഒരു പ്ലാറ്റ്ഫോമുകളാണ് ഇത്. ഈ ഒരു ഡെക്സിൽ നല്ല രീതിയിൽ സ്കാമുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കാശ് പോകാനുള്ള കുറേ ചാൻസുകൾ ഉള്ളതാണ്. എന്നിരുന്നാലും ഏറ്റവും കൂടുതൽ വലിയൊരു റിട്ടേൺ ഉണ്ടാക്കാൻ പറ്റിയതും ഈ ഒരു പ്ലാറ്റ്ഫോമിനാണ്. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ കാര്യങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർ മെയിനായിട്ട് ഈ ഒരു എപ്പിസോഡ് ഇതിൻ്റെ ഒരു സീരീസുകൾ മൊത്തം കംപ്ലീറ്റ് ചെയ്തിട്ട് മാത്രം ഇതിൽ ട്രേഡ് ചെയ്യാൻ വരിക. ഓക്കെ, അപ്പോൾ അത് ഞാനൊരു വാർണിംഗ് ആയിട്ട് പറയുകയാണ്. ഒരു ടോക്കൺ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത് അത് നമ്മൾ അറിയണം എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഒരു ടോക്കൺ ക്രിയേറ്റ് ചെയ്യാൻ എന്തൊക്കെയാണ് ചെയ്യണമെന്ന് നമ്മൾ അറിയണം. നമ്മൾ കംപ്ലീറ്റ്ലി ഒരു കാര്യം പഠിച്ചതിന് ശേഷം മാത്രമാണ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഒരു ടോക്കൺ ക്രിയേറ്റ് ചെയ്യാൻ ഏകദേശം ഞാനൊരു ചെറിയ രീതിയിൽ അതിനെക്കുറിച്ച് ഫുൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എൻ്റെ കാര്യങ്ങൾ പറയുന്നില്ല. ഒരു ടോക്കൺ സൊളാന എക്കോസിസ്റ്റത്തിൻ്റെ അണ്ടറിൽ ഒരു ഡീസൻ്റ് ആയിട്ട് ഒരു ടോക്കൺ ക്രിയേറ്റ് ചെയ്യാൻ ഏകദേശം ഒരു $5,000 എബവ് വരും. ഏകദേശം അതിൽ ഒരു ടോക്കൺ ക്രിയേറ്റ് ചെയ്യാൻ തന്നെ 10 സൊളാന വരും. നമ്മുടെ ഈ സൊളാന എക്കോസിസ്റ്റത്തിലാണ് ഒരു ടോക്കൺ ക്രിയേറ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു എമൗണ്ടാണ് പറയുന്നത്. ഫ്ലെക്സിബിളാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. അപ്പോൾ ഒരു 10 സൊളാന വേണം. ഇന്നത്തെ റേറ്റ് അനുസരിച്ച് ഏകദേശം 2000 സംതിങ് എബവ് വേണം ഒരു ടോക്കൺ ക്രിയേറ്റ് ചെയ്യാൻ. പിന്നെ നമ്മൾ അതിൻ്റെ സെക്യൂരിറ്റി അപ്ഡേറ്റ് ചെയ്യാൻ, മിൻറ്റിംഗ് അതോറിറ്റി, അതുപോലെ ഓഡിറ്റ് അപ്ഡേറ്റ്, അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യാൻ ഏകദേശം എല്ലാം കൂടി വരുമ്പോൾ നമുക്കൊരു $5,000 എബവ് വരുന്നുണ്ട് ഒരു ടോക്കൺ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. വലിയൊരു ഫണ്ട് ഇറക്കിയിട്ട് ഒരു ടോക്കൺ ക്രിയേറ്റ് ചെയ്യുന്നതിനെ പറ്റിയിട്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. ഇനി നമുക്ക് വലിയൊരു ഫണ്ട് ഇല്ലാതെ ചെറിയൊരു എമൗണ്ടിന് ടോക്കൺ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ അങ്ങനെ ഒരു ടോക്കൺ ക്രിയേറ്റ് ചെയ്താൽ മാത്രം കാര്യം ഉണ്ടാവില്ല. അത് നല്ല രീതിയിൽ ഫേമസ് ആയി വരണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു സെലിബ്രിറ്റി ഒക്കെ ആവണം, അല്ലെങ്കിൽ നമ്മളൊരു ഇൻഫ്ലുവൻസർ ആവണം, നല്ല രീതിയിൽ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരാളാവണം. ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ഫേമസ് ആയിട്ട് ഉള്ള ഒരാളാണെന്ന് വിചാരിക്കും. എന്നാൽ അയാളിൽ വലിയ ഫണ്ടും കാര്യങ്ങളൊന്നും ഇല്ല. എന്നാൽ അയാൾ 4 ആളെ അറിയും. 4 ആൾ മീൻസ് കുറച്ച് അത്യാവശ്യം
ആളുകളൊക്കെ ഇയാളെക്കുറിച്ച് അറിയുന്നുണ്ടെങ്കിൽ അയാളൊരു ടോക്കൺ ക്രിയേറ്റ് ചെയ്തിട്ട് അയാളുടെ സോഷ്യൽ മീഡിയ വഴിയോ അല്ലാണ്ട് അയാൾ പബ്ലിക്കലി ലൈവായിട്ട് വന്ന് പറയുകയാണ് ഇത് എൻ്റെ സ്വന്തം ടോക്കണാണ്. അപ്പോൾ ഇയാൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്, വലിയ കമ്മ്യൂണിറ്റികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ടോക്കൺ മേടിച്ചു അപ്പോൾ അത് വലിയ ഫേമസ് ആയി, ബാക്കിയുള്ളവരൊക്കെ ഇതിനെക്കുറിച്ച് അറിയുന്നു, എല്ലാവരും മേടിക്കുന്നു, അപ്പോൾ നല്ല രീതിയിൽ പോപ്പുലറായി വന്നു ഇല്ലേ. അപ്പോൾ ഒരു ടോക്കൺ ക്രിയേറ്റ് ചെയ്യാൻ വലിയ കാശ് വേണം എന്ന് ഞാൻ പറഞ്ഞു നേരത്തെ, ടോക്കൺ ക്രിയേറ്റ് ചെയ്യാൻ. അപ്പോൾ ടോക്കൺ ക്രിയേറ്റ് ചെയ്യാൻ വലിയ കാശില്ലാണ്ട് വളരെ ചെറിയ ചിലവിൽ ടോക്കൺ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ചെറിയ ചിലവിൽ ടോക്കൺ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ ഹൈപ്പിലോട്ട് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ കമ്മ്യൂണിറ്റിയോ അല്ലെങ്കിൽ ഒരു ഇൻഫ്ലുവൻസറോ അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റിയൊക്കെ ആയി മാറണം അയാൾ. അപ്പോൾ അതിന് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് pump.fun എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പ്ലാറ്റ്ഫോം. അപ്പോൾ ഞാനിത് എന്തുകൊണ്ടാണ് ഇതിനെക്കുറിച്ചിട്ട് ഇപ്പോൾ ഈ ഡെക്സിൻ്റെ ഈ ഒരു ട്യൂട്ടോറിയൽ വീഡിയോയിൽ എന്തിനാണ് ഇതിനെക്കുറിച്ച് പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് വളരെ വലുതാണ് നമ്മുടെ ഈ ഒരു ഡെക്സിൻ്റെ കാറ്റഗറിയിൽ. കാരണം ബൈനാൻസിൽ പോലും ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് കോയിൻസുകളുണ്ട് ഈ ഒരു പ്ലാറ്റ്ഫോം വഴി. $100 കൊണ്ടൊക്കെ ഈ ഒരു പ്ലാറ്റ്ഫോം വഴി ടോക്കൺ ക്രിയേറ്റ് ചെയ്തിട്ട് അയാൾ അത് സോഷ്യൽ മീഡിയ വഴി ഷെയർ ചെയ്തിട്ട് കുറേ പേര് അത് വാങ്ങി നല്ല രീതിയിൽ ഫേമസ് ആയി, വലിയൊരു കമ്മ്യൂണിറ്റി തന്നെ ക്രിയേറ്റ് ആയി വന്നു. അതിനുശേഷം അയാൾക്ക് നല്ല രീതിയിൽ അത് മറ്റ് എക്സ്ചേഞ്ചുകളിലോട്ടൊക്കെ ഫ്രീ ആയിട്ടുള്ള ലിസ്റ്റിംഗ് കിട്ടി. കാരണം പോപ്പുലറായി വന്നു, നല്ല രീതിയിലുള്ള ഒരു കമ്മ്യൂണിറ്റി ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ സാധ്യമാണ്. മനസ്സിലായില്ലേ? ഈ ഒരു പ്ലാറ്റ്ഫോം വഴി കുറേ രീതിയിൽ ടോക്കൺസുകൾ ക്രിയേറ്റ് ആയിട്ട് നമ്മുടെ ബൈനാൻസും അതുപോലെ KuCoin പോലത്തെ വലിയ വലിയ എക്സ്ചേഞ്ചുകളിലോട്ട് വരെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോം വഴിയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ടോക്കണുകൾ ക്രിയേറ്റ് ആവുന്നത്. നമ്മുടെ ഡെക്സിൽ നോർമലായിട്ട് ഒരു ടോക്കൺ ക്രിയേറ്റ് ചെയ്യുന്നതിനേക്കാളും വലിയൊരു അളവ് കൂടുതൽ ഇപ്പോൾ ഈ pump.fun എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പ്ലാറ്റ്ഫോം വഴി വന്നിട്ടുണ്ട്. ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ടോക്കൺ ക്രിയേറ്റ് ചെയ്യാൻ വലിയ പണിയൊന്നുമില്ല. സ്റ്റാർട്ട് ന്യൂ കോയിൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ നെയിം, ടിക്കർ നെയിം, ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം, ഇമേജ്, ആ ഒരു ടോക്കനെ കുറിച്ചുള്ള ഒരു ഇമേജ് കൊടുത്ത് ജസ്റ്റ് ക്രിയേറ്റ് ടോക്കൺ കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം 0.5 സൊളാന ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ടോക്കൺ ഇവിടെ ക്രിയേറ്റ് ആയിട്ട് നമുക്ക് നല്ല രീതിയിൽ കമ്മ്യൂണിറ്റി ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ബൂസ്റ്റ് ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ മാർക്കറ്റ് ക്യാപ്പ് കൂടി നമ്മൾ നല്ല രീതിയിൽ ആ ഒരു ടോക്കൺ കയറി നല്ല രീതിയിൽ ട്രെൻഡിങ് ആയി ഫേമസ് ആയി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് വലിയ വലിയ എക്സ്ചേഞ്ചുകളിലോട്ടൊക്കെ ലിസ്റ്റ് ചെയ്യാൻ പറ്റും. സെലിബ്രിറ്റികൾ പോലും ഈ ഒരു പ്ലാറ്റ്ഫോം വഴി ടോക്കൺസുകൾ ക്രിയേറ്റ് ചെയ്തിട്ട് ഇഷ്ടംപോലെ ട്രെൻഡിങ്ങിലോട്ട് കൊണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ ഒരു ഡെക്സിനെ കുറിച്ച് പഠിക്കുന്ന, ഈ ടോക്കണെ കുറിച്ചിട്ട് പഠിക്കുന്ന ഈ ഒരു വീഡിയോയിൽ pump.fun നമുക്ക് ഒരിക്കലും അവോയ്ഡ് ചെയ്ത് കളയാൻ പറ്റില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഈ ഒരു ഡെക്സിൽ വരുന്ന ടോക്കൺസുകൾ pump.fun വഴിയാണോ വന്നത് അതോ റേഡിയത്തിൽ ഒറിജിനലായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടാണോ വന്നത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളൊരു ഒരു കാര്യമാണ് ഞാൻ സ്റ്റെപ്പ് കൂടി പറഞ്ഞിട്ട് നമുക്ക് ഡീപ്പായിട്ടുള്ള കാര്യങ്ങളിലോട്ട് നെക്സ്റ്റ് വീഡിയോ മുതൽ കിടക്കാം. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പോലെ പറയുകയാണ്, നിങ്ങൾക്ക് വേഗം മനസ്സിലാവാൻ. അതായത് ഈ pump.fun വഴിയാണ് ടോക്കൺസുകൾ ക്രിയേറ്റ് ആവുന്നതെന്ന് എങ്ങനെ അറിയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ടോക്കൺ, നമുക്ക് XRP എന്നുള്ള ഈ ടോക്കൺ ഞാനൊരു പുതിയ ടാബിൽ ഓപ്പൺ ചെയ്ത് നോക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ കോൺടാക്റ്റ് അഡ്രസ്സ് എളുപ്പത്തിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഷോർട്ട് കീ ഉണ്ട് ഇവരുടെ. ഇത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ കോൺടാക്റ്റ് അഡ്രസ്സ് കിട്ടും. ഇതിവിടെ ജസ്റ്റ് ഞാൻ ഒന്ന് പേസ്റ്റ് ചെയ്യണം. അപ്പോൾ ഈ ഒരു കോൺടാക്റ്റ് അഡ്രസ്സിൻ്റെ ലാസ്റ്റ് പോയി നോക്കി കഴിഞ്ഞാൽ പമ്പ് എന്ന് പറഞ്ഞിട്ട് കാണുന്നുണ്ടെങ്കിൽ ഈ ഒരു ടോക്കൺ ക്രിയേറ്റ് ആയിരുന്നത് pump.fun വഴിയാണ് ഇത് ക്രിയേറ്റ് ആയിട്ട് നമ്മുടെ ഡെക്സിലോട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോം വഴി ടോക്കൺ ക്രിയേറ്റ് ആയിട്ട് നമ്മൾ നല്ല രീതിയിൽ ആളുകളോട് പറഞ്ഞിട്ട് ആളുകൾ ഇത് മേടിച്ച് ഒരു 100K മാർക്കറ്റ് ക്യാപ്പ് മിനിമം ഇതിന് വരാണെന്നുണ്ടെങ്കിൽ ഫ്രീ ആയിക്കൊണ്ട് ഈ pump.fun എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പ്ലാറ്റ്ഫോം ഫ്രീ ആയിട്ട്, അതായത് ഏകദേശം $5,000 ചിലവ് വരുന്ന ഈ ഒരു കേസ് ഫ്രീ ആയിക്കൊണ്ട് തന്നെ ഡെക്സിലോട്ട് നമുക്ക് ലിസ്റ്റ് ചെയ്യാൻ പറ്റും. എന്നാൽ നമുക്ക് $5,000 നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ടോക്കൺ ഡയറക്റ്റ് ക്രിയേറ്റ് ആയിട്ട് ഈ ഒരു ഡെക്സിലോട്ട് വരും. ഫ്രീ ആയിട്ട് തന്നെ, ഫ്രീ ആയിട്ടല്ല, നമ്മൾ ഇത്രയും കാശ് കൊടുത്തുകൊണ്ട് നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിലോട്ട് നമുക്ക് നേരെ ഡയറക്റ്റ് ലിസ്റ്റിംഗ് വരും. പക്ഷേ ഈ pump.fun വഴി നമ്മൾ ടോക്കൺ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു ഡെക്സിൽ ഒരിക്കലും ആ ഒരു ടോക്കൺ കാണില്ല. പക്ഷേ കമ്മ്യൂണിറ്റി വഴി അല്ലെങ്കിൽ ആളുകൾ ഇത് മേടിച്ച് നല്ല രീതിയിൽ ട്രെൻഡിങ് ആയി ഒരു 100Kയിലോട്ടെങ്കിലും എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ആയിട്ട് ഈ ഒരു പ്ലാറ്റ്ഫോമിലോട്ട് ഈ pump.fun എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പ്ലാറ്റ്ഫോം ഫ്രീ ആയി ലിസ്റ്റ് ചെയ്തു കൊണ്ടുവരും. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് എല്ലാവരും ഈ ഒരു പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുന്നത്. കാരണം വളരെ ചെറിയ ചിലവിൽ ടോക്കൺ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നല്ല രീതിയിൽ ട്രെൻഡിങ്ങിലോട്ട് കൊണ്ടുവരാനുള്ള കഴിവ് ആ ഒരു ഡെവലപ്പർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ $5,000 ഫ്രീ ആയിട്ട് അവോയ്ഡ് ചെയ്തിട്ട് ഇതിലോട്ട് നമുക്ക് ആ ഒരു പ്ലാറ്റ്ഫോം ഇതിലോട്ട് ഫ്രീ ആയിട്ട് ലിസ്റ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് pump.fun എന്ന് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ടോക്കൺ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ടോക്കൺ ഏത് വഴി പ്ലാറ്റ്ഫോം വഴിയാണ് ക്രിയേറ്റ് ആയത്, pump.fun വഴിയാണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ഐഡിയ മനസ്സിലായിരുന്നു. കോൺടാക്ട് അഡ്രസ്സ് ഇവിടെ പേസ്റ്റ് ചെയ്തപ്പോൾ കണ്ടില്ലേ, ലാസ്റ്റത്തെ ആ ഒരു 4 ഡിജിറ്റ് പമ്പ് എന്ന് പറഞ്ഞിട്ട് കണ്ടു. നമുക്ക് ഈ ഒരു ടോക്കൺ നോക്കാം, CTOD എന്ന് പറഞ്ഞിട്ട്. ഇതിൻ്റെ കോൺടാക്ട് അഡ്രസ്സ് ഞാൻ ഈ ഷോർട്ട് കീ വഴി കോപ്പി ചെയ്തിട്ട് ഇവിടെ ഒന്ന് പേസ്റ്റ് ചെയ്ത് കണ്ടില്ലേ, ഇതിൻ്റെ ലാസ്റ്റും കണ്ടില്ലേ പമ്പ് എന്ന്. അപ്പോൾ ഇതൊക്കെ pump.fun വഴി ഈ ഒരു പ്ലാറ്റ്ഫോം വഴി വന്നതാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇതുപോലെ ഇതിലുള്ള ഇപ്പോൾ ഒരു 90%, 99 അല്ല 90% കോയിൻസും pump.fun വഴിയാണ് ഇപ്പോൾ ആളുകൾ ക്രിയേറ്റ് ആയിട്ട് നല്ല രീതിയിൽ അത് ഫേമസ് ആയി ട്രെൻഡിങ് ആക്കി കൊണ്ടുവരുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു കാര്യം നമുക്ക് മനസ്സിലായി. അല്ലാത്ത കോയിൻസ് നമുക്ക് pump.fun വഴി വരാത്ത കോയിൻസ് നമുക്ക് ഇതിൽ തിരഞ്ഞു പിടിക്കാം. ഇപ്പോഴത്തെ കാര്യത്തിൽ അത് ബുദ്ധിമുട്ടായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇത്രയും ഫ്രീ ആയിട്ടുള്ള ചെറിയ ചിലവിൽ ടോക്കൺ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് അറിഞ്ഞതുകൊണ്ട് കുറേ പേര് ഇപ്പോഴും ഈ ഒരു പ്ലാറ്റ്ഫോം pump.fun വഴിയാണ് ടോക്കൺസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇപ്പോൾ റേഡിയം വഴി ഡയറക്റ്റ് ലിസ്റ്റിംഗ് ഇപ്പോൾ ഇല്ല. പണ്ടൊക്കെ ഈ ഒരു pump.fun ഒന്നും ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ ഈ വന്നിട്ട് ഏകദേശം 1 വർഷമൊക്കെ ആവുന്നേ ഉള്ളൂ.
ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു കാര്യം കൂടി മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഞാൻ. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെ നല്ല കോയിൻസുകൾ കണ്ടുപിടിക്കാം. ഇപ്പോൾ ഈ ഒരു കോയിൻ, ഈ XRP എന്ന് പറഞ്ഞ കോയിനും ഈ CTOD എന്ന് പറഞ്ഞ കോയിനുകളൊക്കെ നമ്മൾ സ്കാം ചെയ്യാൻ റെഡി ആയിട്ട് ഇരിക്കുകയായിരിക്കും. അത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം എന്നൊക്കെ നമുക്ക് വരും വീഡിയോകളിലായിരിക്കും ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഇതിനും കുറേ കാര്യങ്ങൾ ബേസിക് ആയിട്ടുള്ള നമ്മുടെ പഴയ വീഡിയോസ് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കി നോക്കുക. എന്തെങ്കിലും പ്ലേലിസ്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കാം നമ്മുടെ കമൻറ്റ് ബോക്സിൽ. എല്ലാം ആ വീഡിയോസൊക്കെ നിങ്ങൾ കാണാം. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഇതൊക്കെ കാണാം. കാരണം നിങ്ങൾ ചുമ്മാ ഒരു സാധാരണ ഒരു ട്രേഡറായിട്ട് മാറാനല്ല ചെയ്തത്. നല്ല രീതിയിൽ ടോക്കൺസുകൾ പറ്റിയിട്ടും കോയിനുകളെ പറ്റിയിട്ടൊക്കെ നല്ല രീതിയിൽ ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ നടക്കണമെന്ന് അറിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിചാരിച്ച പോലെയല്ല നല്ല രീതിയിൽ ക്യാഷൊക്കെ ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ നല്ല രീതിയിൽ പഠിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇതൊക്കെ സിമ്പിളായിട്ട് പഠിക്കാം. അപ്പോൾ ഞാനും ഇത് പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഞാനും ഇത് കുറേ കാര്യങ്ങൾ ഇനിയും അറിയാൻ കിടക്കുകയാണ്. പക്ഷേ എൻ്റെ കയ്യിലുള്ള എല്ലാ അറിവുകളും ഞാൻ മാക്സിമം ഷെയർ ചെയ്തിട്ട് നമുക്ക് ഒരുമിച്ച് ഒരു കമ്മ്യൂണിറ്റി സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഇതിനെക്കുറിച്ച് ഡിസ്കഷനും കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഇത്രേ കവർ ചെയ്യുന്നുള്ളൂ. ബേസിക് ആയാലും കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ബൂസ്റ്റർ എന്താണ്, ആഡ്സ് എന്താണ്, അതുപോലെ ഫിൽറ്റർ എന്താണെന്നൊക്കെ അറിയാത്തവരുണ്ടാവും. അവരൊക്കെ നമ്മുടെ പഴയ വീഡിയോകളൊന്നും കണ്ടുവരിക. കാരണം അടുത്ത വീഡിയോ മുതൽ നമ്മൾ ഈ ഒരു ഫിൽട്രേഷൻ്റെ ഉള്ളിലുള്ള എല്ലാ കാര്യങ്ങളും ചകഞ്ഞ് നോക്കുന്ന ഒരു സംഭവത്തിനെ പറ്റിയിട്ടും പിന്നെ ഈ ഒരു ഡെവലപ്പർ എന്തൊക്കെയാണ് ചെയ്ത് കൂട്ടുന്നതെന്നുള്ള കാര്യങ്ങളും നമുക്കറിയുന്ന വളരെ വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള കുറച്ച് കാര്യങ്ങളായിരിക്കും. പക്ഷേ ഞാൻ സിമ്പിളായിട്ട് എന്നെക്കൊണ്ട് കഴിയാവുന്ന രീതിയിൽ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് ചെയ്യാം. അപ്പോൾ എന്തായാലും അടുത്ത പാർട്ടിലൊന്നും നമ്മുടെ ഈ ഒരു സീരീസ് കംപ്ലീറ്റ് ആവില്ല. എങ്ങനെ പോയാലും കുറച്ച് വീഡിയോസ് പാർട്ടുകൾ ഉണ്ടാവും. അതെല്ലാം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരുമിച്ച് നല്ല രീതിയിൽ ഡിസ്കഷൻ ചെയ്തിട്ട് നമുക്ക് ഓരോ കാര്യങ്ങളും പ്ലാൻ ചെയ്ത് സെറ്റാക്കാൻ കഴിയും. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് നമ്മുടെ ഈ ഒരു ചാനൽ വഴി ക്രിപ്റ്റോ കറൻസിനെ കുറിച്ചിട്ട് അറിയാൻ പറ്റി സഹായിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അതൊക്കെ അറിയിക്കുക ഗൈസ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ.